പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ താൻ ചെയ്യാത്ത തെറ്റിന് തന്നെ തല്ലിച്ചതച്ച ആ ഒരു എസ് ഐയെ കാണാൻ വേണ്ടിയിട്ട് എസ് ഐന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നുണ്ട് കേട്ടോ വിക്രം. എന്നിട്ട് വിക്രം ആ ഒരു പോലീസുകാരനെ നല്ല രീതിയിൽ തന്നെ തല്ലിച്ചതച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. എസ് ഐയോടുള്ള പ്രതികാരമെല്ലാം വീട്ടിയതിനു ശേഷം തന്നെ ആയിരിക്കട്ടെ വിക്രം തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. എന്നാൽ വേദ വിക്രമിനെ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ എസ് ഐന്റെ മേലെ എന്തായാലും വിക്രം കൈവച്ചു എന്ന കാര്യമെല്ലാം തന്നെ വേദക്ക് മനസ്സിലാവും. എന്നിട്ട് വേദ അതിനെ പറ്റിയിട്ട് വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, വിക്രത്തിന് ഭയങ്കര അങ്ങ് ദേഷ്യം വരും. ദേഷ്യപ്പെട്ട് വിക്രം വേദ ഇങ്ങനെ അടിക്കാൻ കയ്യോങ്ങുന്ന സമയത്ത് തന്നെ വേദ ഇങ്ങനെ വിക്രത്തിനോട് ഇങ്ങനെ തടഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനുശേഷം മാഷും കമലയമ്മയും കൂടെ പുറത്തു പോകുന്ന സമയത്തായിരിക്കട്ടെ വീണ്ടും വിക്രത്തിനെതിരെ ഇങ്ങനെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അഭിലാഷ് ഇറങ്ങുന്നത്. ഒരു കത്തി വെച്ചുകൊണ്ട് തന്നെ കമലമ്മയുടെ കഴുത്ത് മുറിവേൽപ്പിക്കാനായിരിക്കും. എന്നാൽ പെട്ടെന്ന് മാഷ് അത് കാണുന്നുണ്ടെന്ന് മാത്രമല്ല, പെട്ടെന്ന് തന്നെ കമലമ്മയെ അവിടെ നിന്നങ്ങ് പിടിച്ചു മാറ്റുന്നതോടുകൂടെ ആയിരിക്കട്ടെ അഭിലാഷ് അവിടെ അങ്ങ് വീണു പോകുന്നതും. അതോടുകൂടെ തന്നെ മാഷിന് മനസ്സിലാവാണ് വിക്രത്തിനെതിരായിട്ട് കളിക്കുന്നത് അത് അഭിലാഷും അഭിലാഷിന്റെ ടീമുമായിരിക്കും എന്ന കാര്യമെല്ലാം തന്നെ മാഷിന് മനസ്സിലാവാണ്. അഭിഷേകിന്റെ കയ്യിൽ നിന്ന് കമലമ്മയെ പെട്ടെന്ന് അങ്ങ് രക്ഷിക്കുന്നതോടുകൂടെ തന്നെ കമലമ്മയുടെ കാല് ചെറുതായിട്ടൊന്ന് ഉടക്കിയിട്ടുണ്ടാവും. ഏതായാലും അവർ രണ്ടുപേരും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്തിന് കമലമ്മക്ക് ശരിക്കും അങ്ങ് നടക്കാനൊന്നും കഴിയുന്നില്ല. കാലിങ്ങനെ ഉളുക്കലോട് കൂടെയായിരിക്കും നടക്കുന്നത്. അപ്പൊ ശ്രീജയും നന്ദിനിയൊക്കെ വന്ന് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ മാഷ് പറഞ്ഞിട്ട് വീട്ടിലൊരു ഗുണ്ടയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ പുറത്തൊന്ന് ഇറങ്ങി നടക്കാൻ പോലും പറ്റാതെയായി. ഇപ്പോൾ ഞങ്ങളുടെ ജീവന് വരെ ഭീഷണിയായി തുടങ്ങി. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും മാഷകത്തേക്ക് കയറി പോകുന്നത്. അപ്പോൾ എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ഒരാൾ വന്നിട്ട് കമലമ്മയെ കത്തിക്കൊണ്ട് കുത്താൻ വന്നു എന്ന കാര്യങ്ങളൊക്കെ മാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും മാഷ് അകത്തേക്ക് കയറി വന്നതിന് ശേഷം എൻ്റെ മകൻ ഒരു ഗുണ്ടയും ഒരു തെമ്മാടിയുമായതുകൊണ്ട് തന്നെ വീട്ടിലുള്ള ഞങ്ങൾക്കൊന്നും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് എഴുതിയിട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് കമലാമ്മ അങ്ങനെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നത് ഒരിക്കലും നമ്മുടെ മോനിലെ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ മാഷിനോട് കരഞ്ഞ് കാല് പിടിച്ച് പറയുന്നുണ്ടെങ്കിലും മാഷ് പറയും, അതെ, ഇങ്ങനെ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഗുണമുണ്ട്. വീട്ടുകാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും അവനുമായിട്ടുള്ള എല്ലാ ശല്യവും തീർന്നങ്ങ് കിട്ടുമെന്നൊക്കെ പറയും മാഷ്. എന്നാൽ വിക്രമിന്റെ ഈ ഒരു അവസ്ഥ ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ടോ വേദക്ക്. എന്നിട്ട് ശ്രീജിയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും വിക്രമേട്ടൻ എങ്ങനെയാണ് ഇങ്ങനൊരു ഗുണ്ടയായി പോയത് എന്നിങ്ങനെ ശ്രീജിയോട് ചോദിക്കും. അപ്പൊ നന്ദിനി ആയിരിക്കട്ടെ അതിന് മറുപടി പറഞ്ഞു കൊടുക്കുന്നത്, അതെ, വിക്രം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നല്ല ഭക്തിയായിരുന്നു അവൻക്ക്. നല്ല ദൈവഭയമുള്ള കുട്ടിയായിരുന്നു. നല്ലൊരു ഹീറോ ആയിരുന്നു. സ്കൂളിലും കോളേജിലാണെങ്കിലും അവനായിരുന്നു ഹീറോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട നന്ദിനി. അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് പെട്ടെന്ന് എന്താ വിക്രത്തിന് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത്രമാത്രം മാറിയത് എന്നൊക്കെ ചോദിക്കും. എന്നാൽ വീണ്ടും വീണ്ടും വേദ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്തിന് ശ്രീജി ആണെങ്കിലും നന്ദിനി ആണെങ്കിലും അതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ പറയുന്നില്ല. വേദക്കാണെങ്കിൽ എങ്ങനെ വിക്രത്തിന് ഇങ്ങനെ ഒരു മാറ്റം വന്നു എന്ന് അറിയണമെന്നുണ്ട്. എന്നിട്ട് വേദ വീണ്ടും വീണ്ടും ശ്രീജിയോടും നന്ദിനിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രത്തിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് വിക്രം ഇത്രമാത്രം മാറിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും അവരാരും തന്നെ വേദയോട് അത് തുറന്നു പറയുന്നില്ല. വേദ വിക്രമിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് കുറേ അധികം അന്വേഷണത്തിനൊടുവിൽ കമലമ്മ തന്നെയായിരിക്കട്ടെ എല്ലാ കാര്യങ്ങളും വേദക്ക് പറഞ്ഞു കൊടുക്കുന്നത്. വിക്രം നല്ല കുട്ടിയായിരുന്നു, നല്ല പഠിക്കുന്ന, എല്ലായിടത്തും സൂപ്പർ സ്റ്റാർ ഹീറോ ആയിരുന്നു. പക്ഷേ എക്സാം സമയത്ത് കൂട്ടുകാരെല്ലാം തന്നെ വിക്രത്തിനെ ചതിച്ചതാണ്. എക്സാം നടക്കുന്ന സമയത്ത് തന്നെ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് എഴുതിയിട്ട് വിക്രത്തിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. എക്സാം ഹാളിൽ വെച്ചിട്ട് സാറ് വിക്രത്തിനെ പിടിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ വിക്രം അവിടെ വെച്ചൊരു മോശക്കാരനായി. വിക്രം പഠിക്കാനൊക്കെ മിടുമിടുക്കനായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാഷോടും സ്കൂൾ അധികൃതരോടും പ്രിൻസിപ്പലോടൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരും തന്നെ വിക്രത്തിനെ വിശ്വസിച്ചില്ല. അങ്ങനെ വിക്രം തന്റെ ഭാഗത്ത് സത്യമുണ്ട് എന്ന കാര്യം സത്യം ആരോടും പറഞ്ഞിട്ട് വിശ്വസിക്കാത്തതിനാൽ മാത്രമാണ് വിക്രം ഇങ്ങനെ തലതിരിഞ്ഞ് ഒരു തെമ്മാടിയെ പോലെ ആയത്. തന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതോടുകൂടെ എന്തോ വിക്രം ഒരു ഗുണ്ടയായി തീർന്നതും തന്നെ ചതിച്ചവരോട് ആദ്യം പോയിട്ട് പ്രതികാരം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. എന്താണെങ്കിലും ഇനി അടിപൊളിയുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. വേദ തലകറങ്ങി വീഴുന്നതോടുകൂടെ തന്നെ വിക്രത്തിന് ആകെ ടെൻഷനായിരിക്കും. എന്ത് പറ്റി വേദയ്ക്ക് എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോടുകൂടെ തന്നെ വിക്രം വേദയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ആ ഒരു ഇൻസിഡന്റിന് ശേഷം വിക്രവും വേദയും കൂടുതൽ അടുക്കുന്ന എപ്പിസോഡൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ഈ ഒരു ചാനൽ ഞാൻ പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡും അപ്കമിങ് എപ്പിസോഡൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.